Previously on RCMac. ബോട്ടിന്റെ ഒരു കുഞ്ഞൊരു മോഡൽ ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. ബോട്ടിന്റെ ഒരു മൂവ്മെന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് സീ സിക്നെസ് ഫീൽ ചെയ്യും. ഇവിടെയൊക്കെ കുറച്ച് സ്പേസിങ്ങിന്റെ ഇഷ്യൂ വന്നിട്ടുണ്ട്. ചോരയാണ് കേട്ടോ പിടിച്ചേക്കുന്നത്. വരയ്ക്കാൻ ഞാൻ ഒട്ടും എക്സ്പെർട്ട് അല്ല കേട്ടോ. അകത്തെ ഹള്ള്, ബാത്റൂം, കിച്ചൺ, കിടക്കുന്ന സ്ഥലം, താഴത്തെ സ്റ്റോറേജ്. കിളിക്കൂട്ടിലെ കുളത്തിലൊന്നും കൊണ്ട് ഇട്ട് നോക്കാം. അപ്പൊ എന്നാ പറഞ്ഞ മുങ്ങിപ്പോ ഇട്ട് നോക്കാം. അപ്പൊ നമ്മുടെ ക്യാബിന്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ കണ്ടല്ലോ, ഇതാണ് കേട്ടോ നമ്മുടെ ടേണിംഗ് മെക്കാനിസം. കിച്ചണും ബാത്റൂമും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ റെയിൽസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടൂത്ത് പിക്ക് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ടൂത്ത് പിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് നോക്കിയതാണ് സാമ്പിള്. അപ്പൊ ഈ വുഡ് ഒട്ടിക്കാൻ വേണ്ടി ഞാൻ മേടിച്ച ഒരു പശയാണ് കേട്ടോ ഈ സാധനം, പോളിഫിക്സ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഫ്ലെക്സ് കിക്ക് വെച്ചിട്ട് തടി ഒട്ടിക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ. വലിയ പീസൊക്കെ ആണ് കേട്ടോ, ഈ ചെറുതിനൊന്നും പറ്റത്തില്ല. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി അടുത്ത് നമുക്ക് ഉണ്ടാക്കേണ്ടത് ഒരു ലാഡർ ആണ് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ച വുഡൻ സ്റ്റിക്സ് ആണ്. നല്ല ഷേപ്പില്, നല്ല റൗണ്ട്, നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള തടിയാണ് കേട്ടോ. അപ്പൊ ഇത് വെച്ചാണ് നമ്മൾ ലാഡർ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മള് കംപ്ലീറ്റ് ആയിട്ട് അടിവശത്ത് കുറെ ഗ്യാപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയൊക്കെ ഒന്ന് പുട്ടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടിയിടുന്നതും പെയിന്റിങ്ങും എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ താല്പര്യമില്ലാത്ത സാധനമാണ്. താല്പര്യമില്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. അതുമല്ല, എനിക്ക് എന്റെ പല വർക്കുകളും പെയിന്റ് ചെയ്യാതെ ഇങ്ങനെ കീപ്പ് ചെയ്യുന്നതാണ് ഇഷ്ടം കേട്ടോ. പക്ഷെ നമ്മൾ ഇതിന്റെ ഒരു ഒറിജിനൽ ലുക്ക് കിട്ടാൻ വേണ്ടി എന്തായാലും ഇന്ന് പെയിന്റ് ചെയ്യുവാണ്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ താഴെ പോർഷനിൽ വൈറ്റും ഒരു ഗ്രേയും കൂടെയാണ് വരുന്നത്. ഒരു കോട്ട് കംപ്ലീറ്റ് നമ്മൾ ഇതിന് വൈറ്റ് അടിക്കാൻ പോവാണേ.
ഇത് അങ്ങനെ ഫൈനലി നമ്മുടെ ബോട്ടിന്റെ പെയിന്റിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പെയിന്റിംഗ് ഒന്നും ഇല്ലായിരുന്നു, കാരണം നമ്മുടെ കൂടുതൽ ഭാഗം വൈറ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് പോർഷൻ നമ്മുടെ ഇന്റീരിയറും കാര്യങ്ങളൊന്നും ഞാൻ വൈറ്റ് പെയിന്റ് ചെയ്തിട്ടില്ല. കാരണം പെയിന്റിങ്ങിൽ എനിക്ക് ഇപ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ല. അതുമല്ല ഞാൻ ബ്രഷ് വെച്ച് പെയിന്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ബ്രഷ് സ്ട്രോക്സ് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. അത് പുറത്ത് വന്നു കഴിഞ്ഞാലും വലിയ സീനില്ല, കാരണം നമ്മുടെ ബോട്ടിന്റെ പുറം പറഞ്ഞാൽ കുറച്ച് റഫാണ് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ഈ സാധനങ്ങളെല്ലാം നമുക്ക് ബോട്ടിലേക്ക് ഫൈനൽ ഇൻസ്റ്റാളേഷൻ ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ക്യാബിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ 4 വിൻഡോയും വരുന്നുണ്ട്. ഇവിടുത്തെ വിൻഡോസ് എല്ലാം നമ്മൾ ഓൾറെഡി ഗ്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അക്രിലിക് ഷീറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ മുട്ടു സൂചി കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ലുക്കിന് വേണ്ടി അങ്ങ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു വിൻഡോ വരുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പൊ ഈ വിൻഡോയ്ക്ക് വേണ്ടി എല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഒറിജിനൽ നമ്മുടെ ബോർഡിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ വിൻഡോസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇനി ഇവിടെ 4 ഫിക്സ് ചെയ്യണം, അതുപോലെ ഇവിടെ ഫിക്സ് ചെയ്യാമേ. അപ്പൊ നമ്മുടെ വിൻഡോസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ടിലെ വിൻഡോസ് ഇത് എങ്ങനെയാണ് വരുന്നത്, പിന്നെ ബാക്കിൽ നമ്മുടെ ടോയ്ലറ്റ് ആണ് കേട്ടോ. ഇതാണ് ടോയ്ലറ്റ്. ടോയ്ലറ്റിന്റെ ഒരു വിൻഡോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് അടുത്തത് വരുന്നത് നമ്മുടെ അപ്പർ ഡെക്ക് ആണ്. അപ്പർ ഡെക്കിൽ ശരിക്കും പറഞ്ഞാൽ ഡ്രൈവർക്കുള്ള സ്പേസ് ആണ്, നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ചേട്ടനുള്ള സ്പേസ് ആണ് ഇവിടെ. പിന്നെ ഇവിടെയും കുറച്ച് ഏരിയ ഉണ്ട്, നമുക്ക് കുറച്ച് നേരമൊക്കെ വേണമെങ്കിൽ ഇവിടെ കയറി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടേക്ക് നമ്മൾ ചെയ്ത് വന്നപ്പോഴത്തേക്കിനും ഞാൻ പോലും പ്രതീക്ഷിക്കാതെ നമുക്ക് സെറ്റ് ചെയ്തെടുത്ത ഒരു ഡാഷ് ബോർഡ് ആണ് കേട്ടോ ഇത്. ഞാൻ ആദ്യം ടേബിൾ മാത്രമേ പ്ലാൻ ചെയ്തുള്ളായിരുന്നു, പക്ഷെ നമ്മൾ ചെയ്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പഴയത് കിട്ടി കേട്ടോ. പഴയ ടോയ് കാറിന്റെ ഒക്കെ സാധനങ്ങളാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ 2 ലിവർ ഉണ്ട്, നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന സാധനങ്ങൾ അതൊക്കെ ഉണ്ട്. ഇതൊക്കെ റിയൽ ബോട്ടിനുള്ളതാണ് കേട്ടോ. ബാക്കിയുള്ള ഇതുപോലത്തെ ഒരു സ്പീഡോമീറ്റർ ഒന്നും നമ്മുടെ ഇതിനില്ല. അതിന് വേറെ കുറെ മീറ്റേഴ്സ് ഒക്കെയാണ്, ഡെപ്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ GPS കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പഴയ ഒരു ടോയ് കാറിന്റെ നമ്മൾ മീറ്റർ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതുപോലെ ഒരു RPM മീറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ലുക്കിന് വേണ്ടിയാണ് കേട്ടോ. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും, കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് നമുക്കിത് ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. ഏകദേശം ഒരു സെന്ററിൽ അങ്ങ് ഫിക്സ് ചെയ്യണം കേട്ടോ. ക്യാബിൻ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതേ ഇങ്ങനെയൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കിനും കുറച്ച് ഡീറ്റെയിലിംഗ് രസമുണ്ടെന്ന് തോന്നുന്നു. രസമുണ്ടെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്ന് കമന്റ് ചെയ്യുക. ഇനി അടുത്ത നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോട്ടിന്റെ സ്റ്റിയറിംഗ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റിയറിംഗ് വീലും സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇതിനു വേണ്ടി ഒരു കവർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഒറിജിനൽ ബോട്ടിന്റെ ഇതുള്ള പോലെ തന്നെ. അത് ഫുൾ ഏരിയ വരുന്നില്ല, ഈ ഒരു ഇത്ര ഒരു പോർഷൻ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു കാര്യം ഉള്ളതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു അതിനകത്ത് ചൂണ്ട തൊട്ട് ഒരുപാട് നെറ്റ്, അതുപോലെ തന്നെ മീൻ പിടിക്കാനുള്ള ഫിഷിങ്ങിന്റെ വേറെ നെറ്റ് ഉണ്ട്, അതുപോലെ മീനെ നമ്മൾ ഹുക്ക് ചെയ്തെടുക്കുന്ന മറ്റേ ഒരു ഗഫ് ഉണ്ട്. പക്ഷെ അതെല്ലാം കൂടെ നമുക്ക് ഒറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്താണ് അതിന്റെ ഒരു അപ്ഡേറ്റ് ഉടനെ വരും കേട്ടോ. അപ്പൊ എന്നാൽ ഇത് പെട്ടെന്ന് നമുക്ക് ഫൈനൽ ചെയ്തതിന്റെ ലുക്ക് കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ ക്യാബിൻ നമുക്ക് ഹള്ളിലേക്ക് ഫിറ്റ് ചെയ്യാം. ശരിക്കും ഇത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇതിനടിയിൽ 2 സാധനങ്ങൾ വരുന്നുണ്ട് കേട്ടോ. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കിത് ഇവിടെ ഒരു ലൈവല് വരുന്നുണ്ട്, ഒന്നല്ല 2 ലൈവല് വരുന്നുണ്ട് നമ്മുടെ ബോട്ടിന്. നമ്മുടെ എഞ്ചിന്റെ ക്യാപ്പ് ഇത് ഇവിടെയാണ് കേട്ടോ വരുന്നത്, എഞ്ചിൻ റൂമിന്റെ ക്യാപ്പ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ക്യാബിൻ ഫിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് 3 സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ. അതും ഇതുപോലെ ചെറിയ ബോക്സ് ആണ്. ഇവിടെ ഇങ്ങനെ ഒരു ക്യാപ്പ് വരുന്നുണ്ട്. ആ ക്യാപ്പ് തുറന്നു കഴിയുമ്പോഴത്തേക്കിനും അകത്ത് നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതാണ് സംഭവം. പിന്നെ അതുപോലെ തന്നെ സ്റ്റോറേജ് ലൊക്കേഷൻ നമ്മുടെ ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ മെയിൻ പാർട്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ലാഡർ ആണ് കേട്ടോ. ലാഡർ നമ്മൾ അങ്ങ് ഒട്ടിക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ ബോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് അല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽസ് ഇനി ആഡ് ചെയ്യാനുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഫസ്റ്റ് സ്റ്റേജിൽ ഞാൻ പ്ലാൻ ചെയ്ത സാധനങ്ങളെല്ലാം നമ്മൾ ഇപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ബോട്ട് ഞാൻ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ ഇവനെ കൊണ്ട് നമ്മുടെ കിളിക്കൂട്ടിലെ കുളത്തിൽ ജസ്റ്റ് ഒന്ന് ഇറക്കി നോക്കാം. വാട്ടർ പ്രൂഫും കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ ഫോറക് ഷീറ്റ് ആണ്, പ്രത്യേകിച്ച് ഒന്നും പറ്റാനില്ല. നമുക്ക് ആ വെള്ളത്തിൽ കിടക്കുമ്പോഴുള്ള ഫീലും എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. സൂപ്പർ സെയിം ഇതുപോലെ തന്നെ ഞങ്ങളെ പോയ ബോട്ടല്ലേ, ഇതുപോലെ തന്നെ ഇരിക്കണം. അകം നോക്കി ഡാഷ്ബോർഡ് മുകളില് ഡ്രൈവർ ഇരിക്കുന്ന സ്ഥലം. ഡ്രൈവർ അല്ല, ക്യാപ്റ്റൻ. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ ബോട്ട് കൊണ്ടുപോയി പപ്പാനെയും മമ്മീനെയും അതുപോലെ തന്നെ സെബിച്ചനെ ഒന്ന് കാണിച്ചു നോക്കാം കേട്ടോ. കാരണം സെബിച്ചനെ ബോട്ടിൽ ഉണ്ടായിരുന്നോണ്ട് അവനെ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ആരെ കാണിക്കട്ടെ? നിനക്ക് അറിയായിരിക്കും. ഞങ്ങള് മീൻ പിടിക്കാൻ പോയപ്പോ ലക്ഷദ്വീപില്. അതെ, അന്ന് ഈ ദിവസങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ. കറക്റ്റ് എക്സാക്ട് ഡിറ്റോ. ഞാൻ ഈ ഫോട്ടോ ഒരു 10 പ്രാവശ്യമെങ്കിലും
10 പ്രാവശ്യം 8 പ്രാവശ്യം അല്ലല്ല 8 പ്രാവശ്യം എന്ന് പറയുമ്പോ ഒരു പ്രാവശ്യം 4 ദിവസം 4 ദിവസം വെച്ചിട്ട് ഒരു മാസം ഇരുന്നിട്ടുണ്ട് ഞാൻ ഈ പോട്ടെ. അപ്പൊ എനിക്ക് അറിയാം ഇതിന്റെ മുക്കും പോലെ അറിയാം. ഇന്റീരിയർ നോക്കി. അകത്തെ ഹാള്, ബാത്റൂം, കിച്ചൺ, കിടക്കുന്ന സ്ഥലം, താഴത്തെ സ്റ്റോറേജ്, മേലത്തെ ക്യാബിൻ. പണിയാത്തതായിട്ട് ഒരു സാധനം ഉണ്ട്. ഇവിടെ ഒരു റെയിലുണ്ട്, അതെന്നെ മിസ്സായി. അതാണ് നമ്മൾ പതിയെ ചെയ്യാം. പണിയാത്തതായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ച് പറയാം. പറ. ഓക്കെ, മെയിൻ സാധനം എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ പറ. ആങ്കർ. ഓ ശരി ശരി, അത് ഞാൻ ആലോചിച്ചിട്ടില്ല. ഈ സൈഡില് എപ്പോഴും ഇവിടെ സൈഡ് ആങ്കർ ആണ്. ഇവിടെ ഒരു ആങ്കർ ആണ്. അത് ശരിയാട്ടോ, അത് ചെയ്യാം. പിന്നെ ചൂണ്ട സാധനങ്ങൾ അങ്ങനെയുള്ള കുറെ ടൂൾസ് ആണ് അവരുടെ ഹോട്ടലിൽ. ബാക്കിയെല്ലാം കറക്റ്റാ, വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇങ്ങനെ ഒക്കെ എടുക്കാം. ഓക്കെ ഇരുന്നു ചുമ്മാ വെച്ചേക്കോ. പിന്നെ മിസ്സിംഗ് ആയിട്ടുള്ള സാധനം പറ. പിന്നെ റേഡിയേറ്ററിന്റെ 2 പൈപ്പ്. ഓ ഇവിടുന്ന് പൈപ്പ് കിടപ്പുണ്ടല്ലേ? റേഡിയേറ്ററിന്റെ പൈപ്പ്. ഓ ശരി, അത് എപ്പോഴും വെള്ളം അടിച്ചോണ്ടിരിക്കുന്ന റേഡിയേറ്റർ പൈപ്പ് ഉണ്ട്. അതും ശരിയാ. പിന്നെ നമ്മൾ വെള്ളം കുടിക്കുന്ന പൈപ്പ്. ഓ ശരിയാ ശരിയാ. അതിനാണ് വെള്ളം എടുത്ത് കുടിച്ചോണ്ടിരുന്നത് ഞങ്ങള്. പപ്പ ഉണ്ടായിരുന്ന ബോട്ടില്. പപ്പ പോയിട്ടില്ല. ബാക്കി എല്ലാവർക്കും അറിയാം ബോട്ട്. നമ്മള് പോയ ബോട്ടില്ലേ? അമ്മ എത്ര ദിവസം ഉണ്ടായിരുന്നു? സൗജം പറഞ്ഞ 15 ദിവസം മൊത്തത്തിൽ ഇപ്പൊ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ ബോട്ടെ തന്നെ. ഇനിയിപ്പോ നമ്മുടെ ബോട്ടിനെ നമ്മളൊന്നുകൊണ്ട് വെള്ളത്തിൽ ഇറക്കാൻ പോകാം കേട്ടോ. കിളിക്കൂട്ടിലെ കുളത്തിലൊന്നുകൊണ്ട് ഇട്ട് നോക്കാം. പോടാ. ഇതെന്നാ ഇത്? ആരാ ഉണ്ടാക്കിയേ? ഇഷ്ടപ്പെട്ടോ? തിരിച്ച് സ്റ്റിയറിംഗ് തിരിച്ച്. ഓ സൂപ്പർ. കുഞ്ഞാപ്പൂ തിരിക്കട്ടെ. കുഞ്ഞാപ്പൂം തിരിക്കാൻ വന്നിട്ടുണ്ട്. കുഞ്ഞാപ്പൂം തിരിച്ചു. അടിപൊളി. ബാബോ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴത്തേനും കുറെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതിനെ വർക്കിംഗ് RC ആക്കാൻ വേണ്ടി. നമ്മൾ ഇതിനെ RC ബോട്ട് ആക്കുന്നില്ല, ഇത് നമ്മളൊരു മോഡലായിട്ട് തന്നെ ഇരിക്കട്ടെ. നമ്മൾ സെബിജന്റെ ബോട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ നമ്മൾ RC ബോട്ട് ആക്കിയിട്ട് ഒരു വർക്കിംഗ് മോഡലായിരിക്കും ചെയ്യുന്നത് കേട്ടോ. പോം, ലെറ്റ്സ് ഗോ. രണ്ടുപേരും പൊക്കോ. കുഞ്ഞിപ്പെണ്ണ വാ. കട്ടറുമുണ്ട്. കയറുക കയറുക. ഇത് ഇടുന്ന വഴിക്ക് തന്നെ മുങ്ങി പോകുന്ന എനിക്ക് അറിയത്തില്ല, കാരണം ഇതിന്റെ അടിവശമൊക്കെ നമ്മൾ ജസ്റ്റ് പുട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും വാട്ടർ പ്രൂഫ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോയാലും ഒന്നും പറ്റാനില്ല കേട്ടോ. ഫോറസ്റ്റ് ഷീറ്റ് ആയതുകൊണ്ട് വേറെ ഒന്നും പറ്റാനില്ല. നമുക്ക് എന്തായാലും ഇട്ട് നോക്കാമേ. ഓക്കെ, കണ്ടല്ലോ. വർക്കിംഗ് ആണെങ്കിൽ നമ്മുടെ പ്രൊപ്പല്ലറൊക്കെ ഇങ്ങനെ കറങ്ങി നമുക്ക് ടേൺ ചെയ്യേണ്ട സാധനമൊക്കെയാണ്. പക്ഷെ ഇത് ഉണ്ടാക്കിയത് നമുക്ക് കിട്ടിയോട്ടെ എങ്ങനെയാണ് ഒരു വർക്കിംഗ് മോഡൽ ഉണ്ടാക്കേണ്ടതെന്ന് ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളൂ. സെബിച്ചന്റെ ബോട്ടിൽ നമ്മൾ ആ എക്സ്പെരിമെന്റ് നടത്തുന്നതായിരിക്കും. ഒന്ന് ഇട്ട് നോക്കാം. അപ്പൊ എന്നാ പറഞ്ഞ മുങ്ങിപ്പോ? ചെരിഞ്ഞു പോകുമായിരിക്കും. വെയിറ്റിന്റെ ഒരു ബാലൻസ് ചിലപ്പോൾ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. കുഴപ്പമില്ലല്ലോ, നേരെയല്ലേ നിൽക്കുന്നത്? നമ്മള് വിചാരിച്ച അത്ര പ്രശ്നങ്ങളൊന്നുമില്ല. ബോട്ട് നേരെയാണോ വന്നേക്കുന്നത് കേട്ടോ? അല്ലേ? പിന്നെ റിയൽ ബോട്ടിന്റെ ഒരു പൊസിഷൻ വരുന്നത് ഇങ്ങനെയല്ല കേട്ടോ. റിയൽ ബോട്ടിന് ശരിക്കും അടിവശം വെച്ചിട്ട് താന്നിട്ട് ഫ്രണ്ടാ പൊങ്ങിയിരിക്കുന്നത്. നമുക്കിപ്പോ ഈ വെയിറ്റ് ഇവിടെ വന്നതുകൊണ്ടാണ് അവിടെ താന്നിരിക്കുന്നത്, ഫ്രണ്ട് പൊങ്ങിയിരിക്കുന്നത്. ഇപ്പൊ എഞ്ചിൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ, ഇവിടെ ഇച്ചിരി വെയിറ്റ് വന്നാ ഓക്കെ. എവിടെ എങ്ങനെയുണ്ടോ ബോട്ട്? സൂപ്പറാണോ അപ്പു? ബോട്ട് എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അപ്പൊ കണ്ടല്ലോ, അതാണ് നമ്മുടെ ബോട്ട്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തേക്കണേ. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞടാ. സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറ.